അമേരിക്കയിലെ ഒന്നാം തലമുറ മലയാളികൾക്ക് നാട്ടിലെ കാര്യങ്ങൾ നാട്ടിലുള്ളവരെക്കാൾ കൃത്യമായി അറിയാം. അത് തിരിച്ചും അത് ബാധകമാണ്. പിന്നെ കേരളത്തിലുള്ളവർക്ക് അമേരിക്കയെപ്പറ്റി നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതൊരു വസ്തുതയാണ്. അപ്പം ജിമ്മി കിമ്മൽ എന്ന് പറഞ്ഞൊരു മഹാനെ പറ്റി എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിവരമില്ല. അത് ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് മാനക്കേടൊന്നുമില്ല. കാരണം നമ്മളെല്ലാം നാട്ടിലേക്കാണ് നോക്കിയിരിക്കുന്നത്. അവിടെ വിനു വി ജോൺ എന്ത് പറയുന്നു, ഷാനി പ്രഭാകർ എന്ത് പറയുന്നു, പിന്നെ അരുൺകുമാർ എന്ത് പറയുന്നു, പിന്നെ മറുനാടൻ മലയാളി എന്ത് പറയുന്നു, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നടക്കുന്നതൊന്നും നമുക്കത്ര ബാധകമല്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്കതിൻ്റെ ആ ലാംഗ്വേജ് ഇവർ പറയുന്നത് പലതും മനസ്സിലാവില്ല. ഇപ്പം ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്നത്, ഈ ചാർലി കിർക്ക് പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വളരെ നല്ല കാര്യങ്ങൾ. കാരണം ഈ പിന്നെ അനിയന്ത്രിതമായ അബേർഷനെന്നോ അല്ലെ LGBT സംസ്കാരം എന്നൊക്കെ പറയുന്നതിനോട് നമുക്കൊരു താല്പര്യം തോന്നുന്നില്ല. കേരളത്തിലുള്ള ആർക്കെങ്കിലും അതിനോട് താല്പര്യം തോന്നുന്നുമില്ല. പക്ഷെ അവർ അത് അവതരിപ്പിക്കുന്ന രീതി, അതൊരു പിന്നെ അവിടെയാണ് ആ പ്രശ്നം ഇരിക്കുന്നത്. അവരത് മര്യാദയ്ക്ക് പറയുന്നതിന് പകരം ഒരു ഹെയ്റ്റ് ഫീൽഡ്, പിന്നെ ഒരു ഫണാറ്റിക് രീതിയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഈ പിന്നെ വിരോധം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാത്ത കാര്യങ്ങൾ അത് ആ രീതിയിൽ സംസാരിച്ച് അത് പ്രശ്നമാക്കി മാറ്റുന്നു എന്നൊരു തോന്നലാണ് എനിക്കുണ്ടാകുന്നത്. എന്തായാലും അത് ഈ ചാർലി കിർക്കിൻ്റെ പിന്നെ പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ജിമ്മി കിമ്മൽ പെട്ടെന്ന് വാർത്താപുരുഷനായി മാറിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം അമേരിക്ക ഒരു രണ്ട് തട്ടായിട്ട് മാറിയിരിക്കുന്നു. ജിമ്മി കിമ്മലിനെ നമ്മൾ ഇന്നലെ വരെ അധികമൊന്നും അറിയില്ല എങ്കിൽ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു, അമേരിക്ക ഒട്ടാകെ അറിഞ്ഞു, ലോകമൊട്ടാകെ അറിഞ്ഞു, അദ്ദേഹം ഒരു മഹാനായി മാറി. അപ്പോൾ അതിൻ്റെ സങ്കടകരമായ വസ്തുത, അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ഇടപെടാൻ മാത്രം, അല്ലെ അതിൽ പ്രതികരിക്കാൻ മാത്രം ഒരു വലിയ ആളാണോ ഈ ജിമ്മി കിമ്മൽ? അയാൾ എവിടെയെങ്കിലും ഏതെങ്കിലും TV സ്റ്റേഷനിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രസിഡൻറ്റിനെ എങ്ങനെ ബാധിക്കും, അല്ലെ അമേരിക്കയെ എങ്ങനെ ബാധിക്കും? അപ്പോൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനേക്കാളുപരി ഇതൊക്കെ പിന്നെ ഫസ്റ്റ് അമെൻഡ്മെൻറ്റ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇപ്പം പിന്നെ ഈ നടപടിയെ ജിമ്മി കിമ്മലിൻ്റെ ഷോ ABC ന്യൂസ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ഷോ പ്രദർശിപ്പിക്കുന്ന മറ്റ് സ്റ്റേഷനുകൾ, സിൻക്ലെയർ, നെക്സ്റ്റാർ എന്നീ കമ്പനികളൊക്കെ, ഇവർക്കൊക്കെ ഒരുപാട് TV സ്റ്റേഷനുകളുണ്ട്. ഈ ABCയുടെ സാധനങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന TV സ്റ്റേഷനുകൾ. അപ്പോൾ അവിടെയൊന്നും ഇത് പ്രദർശിപ്പിക്കില്ല. അതിന് പുറമെ ഈ സിൻക്ലെയറാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ജിമ്മി കിമ്മൽ പിന്നെ ഈ ചാർലി കിർക്കിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു എന്നാണ്. അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ചാർലി കിർക്കിനോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് മാപ്പ് പറയുകയും അവരുടെ പ്രസ്ഥാനത്തിനൊരു സംഭാവന കൊടുക്കുകയും ചെയ്യണം പിന്നെ എന്നുവരെ അവർ നിർദ്ദേശിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നെ ഈ ജിമ്മി കിമ്മൽ എന്താണ് പറഞ്ഞതെന്ന്, അദ്ദേഹം ഒരു ലേറ്റ് നൈറ്റ് ഷോ നടത്തുന്നയാളാണ്, ഒരു തമാശക്കാരനാണെന്നാണ് പറയുന്നത്, ഒരു കൊമേഡിയനാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൊമേഡിയനാണെങ്കിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പതിപ്പ്. കുഞ്ചൻ നമ്പ്യാരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചിരിക്കാനും അത് ചിരിച്ചു തള്ളാനും മാത്രമുള്ളതാണ്. അതിനപ്പുറത്തല്ല, അല്ലെങ്കിൽ അതിനൊരു ചിന്തിക്കാനായിട്ടൊരു വകയുണ്ടെന്ന് മാത്രം ആ രീതിയിൽ കണക്കാക്കുന്നതിന് പകരം അതിനോടൊരു ഒരു ഒരു പിന്നെ വിരോധത്തോടുകൂടി നോക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം അയാളെ ഒരു ഹീറോ ആക്കി അതിന് പുറമെ രാജ്യത്തെ ശക്തമായ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി. അതായത് ഒബാമയും രാജാകൃഷ്ണമൂർത്തി അതുപോലെയുള്ളവരെല്ലാം ഈ ജിമ്മി കിമ്മലിന് പിന്തുണ പ്രഖ്യാപിക്കുക. ഇത് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പിന്നെ എതിരായിട്ടുള്ള പോരാട്ടമാണ്. അതുപോലെ തന്നെ ഈ രാജ്യം ഒരു ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു, ആ രീതിയിലൊക്കെയാണ് അവരെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ജിമ്മി കിമ്മൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതിൽ എന്താണ് മോശമെന്ന് പിന്നെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പിന്നെ ചാർലി കിർക്കിനെ വെടിവെച്ച അയാളും ഒരു കൺസർവേറ്റീവ് ആളാണ്. എന്നാൽ അയാൾ കൺസർവേറ്റീവ് അല്ല, തങ്ങളെപ്പോലെ ഒരാളല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഈ പിന്നെ ചാർലി കിർക്കിൻ്റെ അനുയായികൾ, അതായത് മാഗ റിപ്പബ്ലിക്കൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അയാളെ വിലിഫൈ ചെയ്യാൻ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അത്ര ശരിയല്ല. നിങ്ങളൊക്കെ പറയുന്ന നിങ്ങളുടെയൊക്കെ ആ രീതിക്കാരൻ തന്നെയാണ് ഇയാളെന്നാണ് ഇയാൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പിന്നെ അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുണ്ടായി. അപ്പോൾ നമ്മുടെ FCC എന്ന് പറയുന്ന ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ, അപ്പോൾ അവർ വലിയ പവർഫുൾ ആളുകളാണ്. അവരാണ് ഈ TV സ്റ്റേഷനുകൾക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ബ്രെൻഡൻ കാർ എന്ന് പറയുന്ന തീവ്ര പിന്നെ കൺസർവേറ്റീവാണ്. അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റേഷനുകളിലെല്ലാം പിന്നെ ലൈസൻസ് റദ്ദാക്കി കളയും എന്ന്, അപ്പോൾ ഈ ഷോ പിൻവലിച്ചില്ലെങ്കിൽ. അപ്പോൾ അത് കേട്ടതോടുകൂടി ഈ ഷോ അവതരിപ്പിക്കുന്ന ABC കൈയോടെ ഇങ്ങേരുടെ പരിപാടി പിൻവലിച്ചു. ഇനി അനിശ്ചിത കാലത്തേക്ക്
ഇതുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചു. മറ്റ് സ്റ്റേഷനുകളെല്ലാം അത് ഏറ്റുപിടിച്ചു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ABC എന്തോ ഈസ്പാൻ അവർ അത് വിലയ്ക്ക് വാങ്ങാനോ അതുമായിട്ടുള്ള കരാറ് എത്രയോ ബില്യൻ്റെ കരാറുണ്ട്. ഇനി പിന്നെ മറ്റൊരു കമ്പനി നെക്സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവർ ടെജിന എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയുമായിട്ടുള്ള അത് 7-8 ബില്യൻ്റെ പിന്നെ മെർജർ കരാറുണ്ട്. പിന്നെ അവർ തമ്മിൽ ലയിക്കുന്ന കരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തടയാനായിട്ട് ഈ പിന്നെ FCC വിചാരിച്ചാൽ നടക്കും. അപ്പോൾ സർക്കാരിനെ വെറുപ്പിച്ചുകൊണ്ട് പിണക്കിക്കൊണ്ട് ഇവർക്കാർക്കും മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ സർക്കാർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ കച്ചവടവും പണവുമാണ് മുന്നിൽ വരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ പിന്നിലേ വരുന്നുള്ളൂ. അപ്പം ഈ ജിമ്മി കിമ്മലിൻ്റെ ഷോ നിർത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചു. ജിമ്മി കിമ്മൽ ഒരു പിന്നെ നേരത്തെ തന്നെ പ്രസിഡന്റ് പിന്നെ ഇങ്ങേരുമായിട്ട് ഉടക്കിലായിരുന്നു. അപ്പോൾ ഇങ്ങേരുടെ ഷോ ഗുണമില്ലാത്തതാണ്, ഇങ്ങേർക്ക് റേറ്റിംഗ് ഇല്ല, ഇങ്ങേർക്ക് യാതൊരു ടാലൻറ്റും ഇല്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നതാണ്. എന്നിട്ട് പറഞ്ഞു ഇങ്ങേര് പോയി, അത് വളരെ നല്ലൊരു തീരുമാനം, പിന്നെ ABCയെ അനുമോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ NBCയിൽ വരുന്ന ജിമ്മി ഫാലോൺ, സെത്ത് മയേഴ്സ് എന്ന് പറഞ്ഞ അവരുടെ ഷോ ഉണ്ട്, അവർ ഇനി അടുത്തത് അവരായിരിക്കണം എന്നും കൂടി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ പിന്നെ ഈ ചാനലിൽ നിന്ന് പോയി അല്ലെങ്കിൽ ചാനലിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഈ ആശയങ്ങളോ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളോ ഇല്ലാതാവുന്നുണ്ടോ? അത് വാസ്തവം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതും ഒരു ഖേദകരമായൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ രാജ്യം ഒരു 2 തട്ടിലായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്നതും സങ്കടകരമായൊരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫാൾ ഔട്ട് പിന്നെ ഇത് ഏത് രീതിയിലാണ് ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മളിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അപ്പം FCCയിൽ ആകപ്പാടെ ഒരു ഡെമോക്രാറ്റിക് അംഗമാണുള്ളത്, എന്തോ ഒരു ഗോമസ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് പിന്നെ ഫസ്റ്റ് അമെൻഡ്മെൻറ്റ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഫസ്റ്റ് അമെൻഡ്മെൻറ്റ് തരുന്നുണ്ട്, ഭരണഘടനയുടെ ഫസ്റ്റ് അമെൻഡ്മെൻറ്റ്. അപ്പോൾ അതിനെതിരായ നീക്കമാണ്. അപ്പോൾ ഇത് ഒരു കൊമേഡിയൻ പറയുന്നതാണ്. ഇതിൽ പിന്നെ അതിശയിക്കത്തക്കതായോ പിന്നെ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഇതൊന്നും വിലയില്ലാത്തൊരു നാടായിട്ട് അമേരിക്ക മാറും എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ വരും ദിവസങ്ങളിൽ അപ്പോൾ ചാർലി കിർക്കിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെ പിന്നെ ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പുതിയ മാറ്റങ്ങൾ അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയ്ക്ക് ഈ ചാർലി കിർക്ക് നേതൃത്വം കൊടുത്തിരുന്ന ടേണിംഗ് പോയിൻ്റ് USAയുടെ ചെയറായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് പിന്നെ ഭാര്യ എറിക്ക ഫ്രാൻസ്വ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം.